തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ നേതാക്കളുടെ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കുമൊന്നും ഒരു കുറവുമില്ല. കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തി. പണം നൽകുന്നതിൽ ഒരു കാലതാമസവും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല. കേരളത്തിന് 2021 ശേഷം പലിശരഹിത വായ്പയായി 2224 കോടി രൂപ ലഭിച്ചു. UPA സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് 46,303 കോടി നികുതി വിഹിതം ലഭിച്ചപ്പോൾ മോദി സർക്കാർ 1,55,644 കോടി രൂപ നൽകി. രാജ്യത്ത് വന്ന 547 സ്വകാര്യ സംരംഭങ്ങളിൽ 12 പദ്ധതികൾ മാത്രമേ കേരളത്തിൽ നടപ്പിലാക്കുന്നുള്ളൂ. 2017-18 തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ 6.5% കേരളത്തിൽ 11.4% ആയിരുന്നു. 2018-19 ദേശീയ ശരാശരി 5.8 ആയപ്പോൾ കേരളത്തിൽ അത് 9% ആയിരുന്നു. 2019-20 ദേശീയ ശരാശരി 4.5% ആയപ്പോൾ കേരളത്തിൽ 10% ആയിരുന്നു. 2020-21 ദേശീയ ശരാശരി 4.5 ആയപ്പോൾ കേരളത്തിൽ 12.9% ആയിരുന്നു എന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. 2021-22 തൊഴിലില്ലായ്മയുടെ ദേശീയ ശരാശരി 4% ആയപ്പോൾ കേരളത്തിൽ 9.2% എന്നും കണക്കുകൾ നിരത്തി കേരളത്തിലെ തൊഴിലില്ലായ്മയെ കേന്ദ്രമന്ത്രി വിശദീകരിച്ചു.